2023 നവംബർ 3, സ്ഥലം ഹൈദരാബാദിലെ തെലങ്കാന. അന്നേ ദിവസം തെലങ്കാന നിവാസികളെ സംബന്ധിച്ച് ഒരു സാധാരണ ദിവസമായിരുന്നുവെങ്കിലും എന്നാൽ ഒരു കുടുംബത്തിന് മാത്രം അങ്ങനെ ആയിരുന്നില്ല. വെങ്കടേഷ് എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയായ ലക്ഷ്മിയോട് അന്ന് രാവിലെ ഒരു കാര്യം പറഞ്ഞു. തനിക്ക് വളരെ അത്യാവശ്യമായിട്ട് നാഗർ കുർണൂൽ എന്ന സ്ഥലത്തേക്ക് പോകണം. താൻ നാഗർ കുർണൂലിൽ നിന്നും മടങ്ങി വരണമെങ്കിൽ ഏകദേശം 5 ദിവസം കഴിയും. അതുവരെ സുരക്ഷിതയായിട്ടിരിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അയാൾ പുറപ്പെട്ടു. എന്നാൽ 5 ദിവസം കഴിഞ്ഞ് മടങ്ങി വരുമെന്ന് പറഞ്ഞ വെങ്കടേഷ് ആകട്ടെ 10 ദിവസം കഴിഞ്ഞിട്ട് മടങ്ങി വന്നില്ല. ലക്ഷ്മി ആകെ പരിഭ്രാന്തിയിലായി. അവൾ ഈ ദിവസങ്ങളിലെല്ലാം തന്റെ ഫോണിൽ നിന്നും വെങ്കടേഷിനെ വിളിച്ചിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം പറയുന്നത് അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ്. അതോടെ പേടിച്ചുപോയ ലക്ഷ്മി ആകട്ടെ ഈ കാര്യം തന്റെ അനുജനെ അറിയിക്കുകയാണ്. അധികം താമസിയാതെ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ എത്തി വെങ്കടേഷിനെ കാണുവാനില്ല എന്നൊരു പരാതി കൊടുത്തു. പരാതി ഫയലിൽ സ്വീകരിച്ച പോലീസ് ഉടനടി അന്വേഷണം ആരംഭിച്ചു. വളരെ നിസ്സാരമായിട്ട് തന്നെ അന്നേ ദിവസം വെങ്കടേഷിന് എന്താണ് സംഭവിച്ചത് എന്ന് അവർ കണ്ടെത്തി. ഈ ആമുഖത്തിൽ നിന്നും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇതത്ര വലിയ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയൊന്നുമല്ല. എന്നാൽ ഈ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അന്ന് വെങ്കടേഷിന് എന്താണ് സംഭവിച്ചത് എന്നറിഞ്ഞ് തെലങ്കാനയിലെ ജനങ്ങൾ ഒന്നടങ്കം ഞെട്ടിയിരുന്നു. അവർ അന്ന് അനുഭവിച്ച ആ ഭയം ഈ കഥ കേട്ടിരിക്കുമ്പോൾ നിങ്ങളും അറിയും. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം സാങ്കേതിക വിദ്യകളുടെ കുതിച്ചുചാട്ടത്തിന്റെ കാലമാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള ധാരാളം അവബോധം ഇന്ന് ജനങ്ങൾക്കുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഒരു സംഭവം എങ്ങനെ നടന്നു എന്നോർത്താണ് അവർ ആശ്ചര്യപ്പെട്ടത്. കാണാതായ വെങ്കടേഷിന്റെ മുഴുവൻ പേര് ഗോകുല വെങ്കടേഷ എന്നാണ്. അയാൾക്ക് പ്രായം 32. ഹൈദരാബാദിലെ ബൊല്ലാരം എന്ന സ്ഥലത്ത് 29 വയസ്സുള്ള തന്റെ ഭാര്യ ലക്ഷ്മിയുമൊത്ത് അയാൾ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. ഈ ദമ്പതികൾക്ക് 3 മക്കളുണ്ട്. ഗോകുല വെങ്കടേഷിന്റെ ജോലി കല്ലുപണിയാണ്. അതായത് ദാരിദ്ര്യമുള്ള ഒരു കുടുംബമാണ്. എങ്കിൽ പോലും വളരെ സന്തോഷത്തോടെയാണ് ഇവർ ജീവിച്ചു വന്നത്. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് നവംബർ 3 താൻ നാഗർ കുർണൂലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അയാൾ പുറപ്പെട്ടത്. അന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിയ ഗോകുല വെങ്കടേഷ് പിന്നെ മടങ്ങി വന്നിട്ടില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യ ലക്ഷ്മിയും അവളുടെ സഹോദരനും പോലീസിൽ ഒരു പരാതി കൊടുക്കുകയാണ്. പരാതിയുമായിട്ട് വന്ന ലക്ഷ്മിയോടും സഹോദരനോടും പോലീസ് ചില ചോദ്യങ്ങൾ ചോദിച്ചു. നാഗർ കുർണൂലിൽ വെങ്കടേഷിന് ആരെങ്കിലും ഉണ്ടോ? സ്വന്തക്കാരുണ്ടോ? അല്ലെങ്കിൽ കൂട്ടുകാരുണ്ടോ? അയാൾ എന്ത് കാര്യത്തിനാണ് അവിടേക്ക് പോയത് എന്ന് നിങ്ങൾക്കറിയാമോ? അതുമല്ലെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? മാത്രവുമല്ല, പോലീസിന്റെ സംശയം ലക്ഷ്മിയുടെയും അവളുടെ സഹോദരന്റെയും നേർക്ക് തിരിയുവാൻ തുടങ്ങി. അതിനൊരു കാരണമുണ്ടായിരുന്നു. വെങ്കടേഷ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് നവംബർ 3 എന്നാൽ ഇവർ പരാതിയുമായിട്ട് വന്നതാവട്ടെ നവംബർ 26. ഈ 20 ദിവസങ്ങൾ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? ഒരാൾ കാണാതായിട്ട് 20 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണോ പരാതിയുമായിട്ട് വരുന്നത്? സ്വാഭാവികമായിട്ടും പോലീസിന്റെ സംശയം അവരുടെ നേർക്ക് തിരിയും. അതിൽ യാതൊരു അതിശയവുമില്ല. പോലീസിന്റെ ആ ചോദ്യത്തിന് വെങ്കടേഷിന്റെ ഭാര്യയും അനുജനും കൊടുത്ത മറുപടി ഇതായിരുന്നു. സാർ, കുറച്ചു മാസങ്ങളായിട്ട് വെങ്കടേഷിന്റെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ കണ്ടിരുന്നു. അയാൾ വല്ലാത്തൊരു രീതിയിലാണ് പെരുമാറിയത്. അധികം ആരോടും സംസാരിക്കില്ല. എപ്പോഴും എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നാൽ വെങ്കടേഷ് കാണാതെ പോയതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു കാര്യം സംഭവിച്ചിരുന്നു. അയാൾ ചില ഫോൺ റെക്കോർഡ്സ് തന്റെ ഭാര്യയുടെ അനുജനെ ഏൽപ്പിച്ചു. അവൻ അത് കേട്ടു നോക്കിയപ്പോൾ മനസ്സിലായത് ഇതാണ്. വെങ്കടേഷ് അടിക്കടി സത്യം എന്നു പേരുള്ള ഒരാളുമായിട്ട് സംസാരിച്ചിരുന്നു. ഈ സത്യവുമായിട്ട് വെങ്കടേഷിന് വലിയ ബന്ധമുണ്ട്. എന്നാൽ ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഒരു വശപിശകും തോന്നിയിരുന്നു. മാത്രവുമല്ല, നവംബർ 3 വെങ്കടേഷ് നാഗർ കുർണൂലിലേക്ക് പോയത്. അന്ന് വൈകുന്നേരമായപ്പോൾ ലക്ഷ്മിയുടെ അനുജന് ഒരു പുതിയ ഫോൺ നമ്പറിൽ നിന്നും കോൾ വരികയാണ്. ഫോണിന്റെ മറുതലക്കിലുണ്ടായിരുന്നത് വെങ്കടേഷ് ആയിരുന്നു. താൻ ഇപ്പോൾ നാഗർ കുർണൂലിലാണെന്നും അധികം വൈകാതെ മടങ്ങിയെത്തുമെന്നും അയാൾ പറഞ്ഞു. അതായിരുന്നു വെങ്കടേഷിൽ നിന്നും അവസാനമായിട്ട് ഇവർ കേട്ട വാക്കുകൾ. അതിനുശേഷം പിന്നെ അയാളെക്കുറിച്ച് യാതൊരു അറിവുമില്ല. വെങ്കടേഷിന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുകയാണെങ്കിൽ പോലും സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അതോടെ അവസാനമായിട്ട് വന്ന അപരിചിതമായിട്ടുള്ള നമ്പറിലേക്ക് ലക്ഷ്മി തിരികെ വിളിച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ ഫോൺ നമ്പർ ഇവരിപ്പോൾ സംശയിക്കുന്ന സത്യം എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിനോട് ചേർന്നുള്ള ഒരു കടയുടെ ഉടമയുടെ ആണെന്ന്. ലക്ഷ്മിക്കും അനുജനും ഒരു പന്തുകേട് മണത്തു. കാരണം മുൻപ് വെങ്കടേഷ് അവർക്ക് അയച്ചു കൊടുത്ത കോൾ റെക്കോർഡ്സിന്റെ മറുതലയ്ക്ക് സംസാരിച്ചത് സത്യം എന്നു പേരുള്ള ഒരാളാണ്. അവസാനമായിട്ട് വെങ്കടേഷ് ഇവരോട് സംസാരിച്ചതും സത്യത്തിന്റെ വീടിന്റെ സമീപത്തു നിന്നുമാണ്. ഇവരുടെ സംശയങ്ങൾ സത്യം എന്നു പേരുള്ള ആ വ്യക്തിയുടെ നേരെ തിരിയുകയാണ്. സത്യം എന്ന ആൾ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണെന്ന് ലക്ഷ്മിയോട് വെങ്കടേഷ് മുൻപേ പറഞ്ഞിരുന്നു. മാത്രവുമല്ല, അയാളുടെ നമ്പരെ ലക്ഷ്മിക്ക് അയാൾ നേരത്തെ കൊടുത്തിട്ടുമുണ്ടായിരുന്നു. ലക്ഷ്മി നേരെ ആ നമ്പറിലേക്ക് കോൾ ചെയ്തു. എന്നിട്ട് വെങ്കടേഷ് എവിടെയെന്ന് ചോദിച്ചു. വെങ്കടേഷോ? അങ്ങനെ ഒരാളെ എനിക്ക് അറിയില്ല എന്നാണ് സത്യം മറുപടി പറഞ്ഞത്. ഈ സംഭാഷണം നടന്നതിന്റെ അടുത്ത ദിവസം ലക്ഷ്മിയും അനുജനും നാഗർ കുർണൂലിലേക്ക് വണ്ടി കയറി. അവർ അന്വേഷിച്ച് സത്യത്തിന്റെ വീട് കണ്ടുപിടിച്ചു. അപ്പോഴേക്കും നവംബർ 26 സത്യത്തിന്റെ വീട്ടിലെത്തിയ ലക്ഷ്മിയും അനുജനും അയാളോട് നേരിട്ട് വെങ്കടേഷ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴും അയാൾ പഴയ പല്ലവി തന്നെയാണ് ആവർത്തിച്ചത്. വെങ്കടേഷോ? അതാരാണ്? അങ്ങനെ ഒരാളെയും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ലക്ഷ്മി
തന്റെ ഭർത്താവ് അയച്ചു തന്ന കോൾ റെക്കോർഡിങ്സ് സത്യത്തെ കേൾപ്പിച്ചു. പിന്നെ ഇതാരാണെന്ന് ചോദിച്ചു. ഈ കോൾ റെക്കോർഡുകൾ കേട്ടതും സത്യം വല്ലാതെ പരിഭ്രാന്തിയിലായി. അയാൾ അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പോലീസിൽ പരാതിയൊന്നും കൊടുക്കുവാൻ പോകേണ്ടതില്ല. നിങ്ങൾക്ക് ഞാൻ 10 ലക്ഷം രൂപ തരാം. ഈ കാര്യം ഇവിടെ വെച്ച് മറന്നേക്കുക. സത്യത്തിന്റെ വായിൽ നിന്നും ഈ വാക്കുകൾ കേട്ടതും ലക്ഷ്മിയും അനുജനും വല്ലാതെ പരിഭ്രാന്തിയിലായി. അവർക്ക് മനസ്സിലായി വെങ്കിടേഷിനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദി വേറെ ആരുമല്ല, തങ്ങളുടെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്ന സത്യമാണ്. ഇത്രയും ആയതോടെ ഇനി ഒട്ടും സമയം കളയരുതേ എന്ന് ഉറപ്പിച്ച് അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പരാതി കൊടുക്കുകയായിരുന്നു. ഇതാണ് സംഭവിച്ചത്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. ഇൻവെസ്റ്റിഗേഷൻ മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് പുതിയൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. നവംബർ 3-ാം തീയതി വെങ്കടേഷ് പോയ നാഗർകുർണൂലിൽ നിന്നും ഏകദേശം ഒരു 140 കിലോമീറ്റർ മാറി ഒരു വനപ്രദേശമുണ്ട്. ആ വനപ്രദേശത്തു നിന്നും കഴിഞ്ഞ നവംബർ 10-ന് അജ്ഞാതനായ ഒരു പുരുഷന്റെ മൃതദേഹം പോലീസിന് കിട്ടിയിരുന്നു. മരിച്ചത് ആരാണെന്ന് അവിടെയുള്ള പോലീസിന് ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ആ മൃതദേഹം അത്രയേറെ വികൃതമായിരുന്നു. ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് മൃതദേഹം കിട്ടിയ സ്റ്റേഷൻ പരിധിയിലേക്ക് വേഗം പുറപ്പെട്ടു. അവിടെയുള്ള പോലീസുകാർ ജഡത്തിന്റെ കുറച്ച് ഫോട്ടോഗ്രാഫുകൾ എടുത്തു വെച്ചിരുന്നു. ആ ഫോട്ടോകൾ പരിശോധിച്ച് അവർ ഞെട്ടിപ്പോയി. ഈ മൃതദേഹത്തിന്റെ മുഖം തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം ആരോ ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയിരുന്നു. എന്നാൽ തുടർ അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായി ആ ജഡം വേറെ ആരുടെയുമല്ല, കാണാതായ വെങ്കടേഷിന്റെയാണ്. ഒറ്റ കാഴ്ചയിൽ തന്നെ അറിയാം ഇതൊരു കൊലപാതകമാണെന്ന്. കൊലപാതകി എന്ന് സംശയിക്കുന്ന ആളാകട്ടെ സത്യവും. പോലീസ് വേഗം സത്യത്തെ അറസ്റ്റ് ചെയ്തു. അയാളെ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് വന്നത്. വെങ്കടേഷിന്റെ കൊലപാതകം സത്യത്തിന്റെ ആദ്യത്തെ കൊലപാതകമായിരുന്നില്ല. ഇതിനു മുൻപ് 10ഓളം മനുഷ്യരെ അവനിങ്ങനെ മൃഗീയമായിട്ട് കശാപ്പ് ചെയ്തിരുന്നു. അതെ, അവരിപ്പോൾ അറിയാതെയാണെങ്കിലും പിടികൂടിയിട്ടുള്ളത് ഒരു സീരിയൽ കില്ലറെയാണ്. സത്യത്തിന്റെ വായിൽ നിന്നും പുറത്തേക്ക് വന്ന സത്യങ്ങൾ കേട്ട് പോലീസ് മാത്രമല്ല തെലങ്കാനയിലെ സകല ജനങ്ങളും ഞെട്ടിപ്പോയി. ഒരു സമൂഹത്തെ മുഴുവനും വിറപ്പിച്ചു കളഞ്ഞ അയാളുടെ കുറ്റസമ്മതം ഇതായിരുന്നു. സത്യം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സത്യനാരായണന്റെ പ്രായം 47 വയസ്സാണ്. അയാളുടെ ഭാര്യയുടെ പേര് സുജാത. അവർക്ക് പ്രായം 40 വയസ്സ്. ഇവർക്ക് 10 വയസ്സുള്ള 2 ഇരട്ടക്കുട്ടികളുണ്ട്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഇതേ നാഗർകുർണൂലിൽ തന്നെയാണ് അവർ ജീവിച്ചു വരുന്നതും. സുജാതയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് അയാൾ ഒരു റേഡിയോ മെക്കാനിക്കായിരുന്നു. എന്നാൽ കല്യാണത്തിന് ശേഷം സത്യനാരായണൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് തിരിഞ്ഞു. നാഗർകുർണൂലിലുള്ള ജനങ്ങൾക്ക് അയാളോടുള്ള കാഴ്ചപ്പാട് ഇതായിരുന്നു: സത്യം വളരെ കഠിനാധ്വാനിയാണ്. അയാളുടെ ആ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് അയാൾ ഇന്നീ നിലയിലെത്തിയത്. കഴിഞ്ഞ 25 വർഷമായിട്ട് വാടക വീട്ടിൽ താമസിച്ചിരുന്ന സത്യവും കുടുംബവും 5 വർഷം മുൻപാണ് അതേ നാഗർകുർണൂലിൽ 4 നില വീട് വെച്ച് അവിടേക്ക് താമസം മാറ്റിയത്. ഇതൊക്കെ അവിടെയുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അയാളുടെ തൊഴിൽ മറ്റൊന്നായിരുന്നു: ബ്ലാക്ക് മാജിക്. ബ്ലാക്ക് മാജിക്കിന്റെ മറവിൽ ആളുകളെ കൊല ചെയ്ത് അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കലായിരുന്നു ഇവന്റെ തൊഴിൽ. സത്യനാരായണൻ എന്ന സത്യത്തിന്റെ ആദ്യത്തെ ഇര ഒരാളോ 2 ആളോ ആയിരുന്നില്ല, അത് 4 പേരായിരുന്നു. അതും ഒരു കുടുംബത്തിലെ 4 പേർ. തെലങ്കാനയിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഏനുകൊണ്ട. അവിടെ 42 വയസ്സുള്ള കാജ ഭാഷ എന്നൊരാൾ ജീവിച്ചു വന്നിരുന്നു. കാജ ഭാഷയുടെ ഭാര്യയുടെ പേര് അസ്മ ബീഗം എന്നാണ്. ഇവർക്ക് 11 വയസ്സുള്ള അസ്രിൻ എന്നു പേരുള്ള ഒരു മകളുമുണ്ട്. കൂടാതെ അസ്മയുടെ അമ്മയായ ഹസീറ ബായിയും ഇവരോടൊപ്പമാണ് താമസിച്ചിരുന്നത്. കാജ ഭാഷയുടെ ജോലി പച്ചക്കറികൾ ഉന്തുവണ്ടിയിൽ കൊണ്ടുപോയി നടന്നു വിൽക്കുകയാണ്. ഒരു ദിവസം അയാൾ തൻ്റെ വീടിൻ്റെ പിൻവശത്തുള്ള മണ്ണിൽ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കുഴിയെടുക്കുകയാണ്. ആ സമയം കുഴിയിൽ നിന്നും പഴയ കാലത്തുള്ള മൺപാത്രങ്ങൾ പൊന്തി വന്നു. ഈ മൺപാത്രങ്ങൾ കണ്ടപ്പോൾ കാജ ഭാഷയ്ക്ക് ഒരു സംശയം തോന്നുകയാണ്. ഒരു പക്ഷെ തൻ്റെ വീടിൻ്റെ അടിയിൽ വല്ല നിധിയെങ്ങാനും ഉണ്ടായിരിക്കുമോ? ഒരു ദിവസം യാദൃശികമായിട്ട് കാജ ഭാഷ ഈ കാര്യം സത്യത്തോട് പറയുകയാണ്. ഇത് കേട്ടതും സത്യനാരായണൻ അയാളോട് ഇങ്ങനെ പറഞ്ഞു: തനിക്ക് ബ്ലാക്ക് മാജിക് അറിയാം, അതായത് ദുർമന്ത്രവാദം. അതുപയോഗിച്ച് നിധി ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ തന്നെ എവിടെയാണ് ഇരിക്കുന്നത് എന്നും കണ്ടെത്തുവാൻ കഴിയും. മാത്രവുമല്ല അത് പുറത്തേക്ക് എടുക്കുവാനുള്ള മന്ത്രവിദ്യകളും തനിക്ക് വശമുണ്ട്. വൈകാതെ സത്യം കാജ ഭാഷയുടെ കുടുംബവുമായിട്ട് അടുത്തിടപഴകുകയാണ്. പിന്നീട് വന്ന ഏതാനും നാളുകൾ കൊണ്ട് അവരുടെ എല്ലാവരുടെയും വിശ്വാസം ആർജിച്ചെടുക്കുവാനായിട്ട് അയാൾക്ക് സാധിച്ചു. അതിനു വേണ്ടിയിട്ട് പൂജ എന്ന പോലെ ചില ഗിമ്മിക്കുകളും അയാൾ കാണിച്ചിരുന്നു. അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും വിശ്വാസം നേടിയെടുത്ത ശേഷം ഒരു ദിവസം സത്യം കാജ ഭാഷയോട് ഇങ്ങനെ പറയുകയാണ്: നിങ്ങളുടെ ഭൂമിക്കടിയിൽ വലിയൊരു നിധി ഒളിച്ചിരിപ്പുണ്ട്, അതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ ഈ നിലത്തേക്കാൾ എത്രയോ 10 മടങ്ങ് മൂല്യമുള്ളതാണ് ആ നിധി. ആ നിധി ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. അതിന് നിങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് ഫീസൊന്നും തരേണ്ട ആവശ്യമില്ല. എന്നാൽ അതിന് പകരമായിട്ട് ഈ സ്ഥലവും വീടും എൻ്റെ പേരിൽ എഴുതി തരണം. തൻ്റെ വാക്ചാതുര്യം മൂലം കാജ ഭാഷയെ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാനായിട്ട് അയാൾക്ക് സാധിച്ചു. സത്യം പറയുന്നത് എല്ലാം നേരാണെന്ന് വിശ്വസിച്ച കാജ ഭാഷയാകട്ടെ തൻ്റെ സ്ഥലവും വീടും അയാളുടെ പേർക്ക് എഴുതി വെച്ചു. എന്നാൽ രജിസ്ട്രേഷൻ കഴിഞ്ഞതും അയാളുടെ മട്ടും ഭാവവും മാറി. നിധിയെക്കുറിച്ച് കാജ ഭാഷ ചോദിക്കുന്ന സമയത്തെല്ലാം എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അയാൾ കാജ ഭാഷയെ മടക്കി അയക്കും. പോകെ പോകെ അയാൾക്കൊരു സംശയം തോന്നുകയാണ്: താൻ പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന്.
ഒരു ദിവസം സത്യത്തോട് കാജാ ഭാഷ നേരിട്ട് പറഞ്ഞു, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുവാനായിട്ട് പോവുകയാണ്. കാജാ ഭാഷയുടെ ഈ ഭീഷണി കേട്ടതും സത്യം ഉഷാറിലായി. കാര്യങ്ങൾ തൻ്റെ കൈവിട്ട് പോവുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. അയാൾ മനസ്സിൽ ചില പ്ലാനുകൾ തയ്യാറാക്കി. എന്നിട്ട് കാജാ ഭാഷയോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇത്രയും കാലം കാത്തിരുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. നിധി എന്ന് പറയുന്ന വസ്തു നമുക്കത്ര പെട്ടെന്നൊന്നും പോയിട്ട് എടുക്കുവാൻ കഴിയില്ല. അതിനൊരു സമയമുണ്ട്. ചില നേരവും ചില കാലവും ചില നാളുകളുമെല്ലാം ഒത്തുവരണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തുവരാതെ നിധി എടുക്കുവാനായിട്ട് പോയാൽ അത് മണ്ണിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോകും. പിന്നെ ഒരിക്കലും നമുക്കത് കിട്ടില്ല. ഇപ്പോഴിതാ ആ സമയം വന്നിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ നമുക്ക് ആ നിധി എടുക്കാമെന്ന് അയാൾ കാജാ ഭാഷയോട് പറഞ്ഞു. നിധി എടുക്കുവാനായിട്ട് സത്യം നിശ്ചയിച്ച ദിവസം ഇതായിരുന്നു, 2020 ഓഗസ്റ്റ് 13. പക്ഷെ അതിനു മുൻപായിട്ട് കാജാ ഭാഷയ്ക്ക് അയാൾ ചില നിബന്ധനകൾ വെച്ചിരുന്നു. ഈ നിധിയുടെ കാര്യത്തെക്കുറിച്ച് സ്വന്തക്കാരോടോ അയൽക്കാരോടോ ആരോടും ഒന്നും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിധി മണ്ണിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോകും. പിന്നെ ഒരിക്കലും അത് കിട്ടില്ല. സത്യം പറഞ്ഞ നിബന്ധനകളെല്ലാം കാജാ ഭാഷയും കുടുംബവും അനുസരിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 13 വരികയാണ്. നിധി എടുക്കുവാനുള്ള പൂജയ്ക്ക് വേണ്ട സകല തയ്യാറെടുപ്പുമായിട്ട് അന്ന് രാത്രി സത്യം അവരുടെ വീട്ടിലെത്തുകയാണ്. അപ്പോഴേക്കും കാജാ ഭാഷയും കുടുംബവും തയ്യാറായിരുന്നു. സത്യം ആദ്യം ചെയ്ത കാര്യം ഇതാണ്. അയാളെയും അയാളുടെ ഭാര്യയെയും അമ്മയെയും പിന്നെ 11 വയസ്സുള്ള ആ കുട്ടിയെയും ഓരോരോ മുറികളിൽ ഇരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഈ 4 പേരെയും പരസ്പരം കാണാത്ത വിധമാണ് ഇരുത്തിയിരുന്നത്. അതിനുശേഷം അയാൾ ചെയ്ത കാര്യം ഇതാണ്. കാജാ ഭാഷ മേടിച്ചു വെച്ചിരുന്ന പാലിൽ താൻ കൈവശം കരുതിയിരുന്ന ആസിഡ് കലർത്തി. എന്നിട്ട് ഇതൊരു തീർത്ഥമാണ്, ഇത് കുടിക്കൂ എന്ന് പറഞ്ഞ് ഓരോരോ മുറികളിലായിട്ട് പോയിട്ട് അവരെല്ലാം അത് കുടിപ്പിച്ചു. ആസിഡ് കലർത്തിയ പാല് കുടിച്ച അല്പസമയത്തിന്റെ ഉള്ളിൽ ഈ 4 പേരും അതികഠിനമായിട്ടുള്ള വേദന എടുത്ത് പിടഞ്ഞു മരിക്കുകയാണ്. 4 പേരും മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് സത്യം ആ വീട് വിട്ടുപോയത്. അതിന്റെ അടുത്ത ദിവസം ഓഗസ്റ്റ് 14, 2020 അന്ന് രാവിലെ കാജാ ഭാഷയുടെ അളിയൻ അവരുടെ വീട്ടിലെത്തുകയാണ്. അയാൾ പുറത്തു നിന്നുകൊണ്ട് അവരെ വിളിച്ചു. ആരുടെയും പ്രതികരണമില്ല. പിന്നെ വീടിന്റെ ഉള്ളിലേക്ക് കയറി. വീടിന്റെ ഉള്ളിൽ അയാൾ കണ്ട കാഴ്ച ഇതാണ്. ഓരോ മുറികളിലായിട്ട് ഓരോരുത്തരും മരിച്ചു കിടക്കുന്നു. മരണപ്പെട്ട് കിടക്കുന്ന എല്ലാവരുടെയും അരികിലായിട്ട് തേങ്ങ, നാരങ്ങ, പൂക്കൾ, അങ്ങനെ പല വസ്തുക്കളുമുണ്ട്. ഒരു പൂജ നടന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഈ കാഴ്ച കണ്ട് പേടിച്ചു പോയ അയാൾ വേഗം തന്നെ പോലീസിൽ കാര്യം അറിയിച്ചു. ഒട്ടും വൈകാതെ ക്രൈം സീനിലെത്തിയ പോലീസ് ചില കാഴ്ചകൾ കണ്ട് അമ്പരന്നു. വീടിന്റെ ഉള്ളിലാകട്ടെ ഒരു പൂജ നടന്ന എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. മാത്രവുമല്ല വീടിന്റെ പിന്നിലായിട്ട് വലിയൊരു കുഴിയും കുഴിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? അവർക്ക് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല. അതിനുശേഷം ആ 4 പേരുടെയും ജഡങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അയച്ചു കൊടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ കാര്യം ഇതാണ്. ഈ 4 പേരുടെയും ശരീരത്തിൽ വിഷാംശം കലർന്നിട്ടുണ്ട്. അതായത് ആസിഡ് എത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് പോലീസ് ചെയ്തത് കാജാ ഭാഷയുടെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും പിന്നെ കൂട്ടുകാരെയും ചോദ്യം ചെയ്യുകയാണ്. അവരിൽ നിന്നും കിട്ടിയ വിവരം ഇതാണ്. കാജാ ഭാഷയ്ക്ക് ധാരാളം കടമുണ്ട്. അതോടെ പോലീസ് ഒരു നിഗമനത്തിൽ എത്തുകയാണ്. ഒരുപക്ഷെ കടബാധ്യത മൂലം ഇവർ കുടുംബമടക്കം ആത്മഹത്യ ചെയ്തതായിരിക്കാം. അങ്ങനെ അവർ ഈ കേസ് ക്ലോസ് ചെയ്തു. നിധി എടുക്കുന്ന കാര്യം ആരോടും പറയരുത് എന്ന് സത്യം ഇവരോട് പ്രത്യേകമായിട്ടും പറഞ്ഞിരുന്നു. അത് അക്ഷരം പ്രതി അവർ അനുസരിച്ചതാണ് സത്യം ഈ കേസിൽ നിന്നും രക്ഷപ്പെട്ടു പോകുവാനുള്ള കാരണം. അതേ സമയത്ത് സത്യത്തിനാവട്ടെ 4 കൊലകൾ ചെയ്തിട്ടും പോലീസിന് തന്നെ പിടികൂടുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടുതൽ ധൈര്യം നൽകുകയാണ്. ആ ധൈര്യം അയാളെ വീണ്ടും വീണ്ടും കൊലകൾ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചു. ഇതേ മോഡസ് ഓപ്പറാൻഡി തന്നെയായിരുന്നു ആ ഇരകളുടെ മേലും നടത്തിയത്. നിധി എടുത്തു കൊടുക്കാമെന്ന് പ്രലോഭനം കാട്ടി അവരിൽ നിന്നും പണം വാങ്ങും. പിന്നെ അവരെ എല്ലാവരെയും ഒരു ഘട്ടം എത്തുമ്പോൾ കാജാ ഭാഷയും കുടുംബത്തെയും ഇല്ലാതാക്കിയതുപോലെ ഇല്ലാതാക്കും. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണല്ലോ. 10ഓളം കൊലപാതകങ്ങൾ ആരും അറിയാതെ ചെയ്തെങ്കിലും വെങ്കിടേഷിന്റെ കാര്യത്തിൽ മാത്രം അവന് തെറ്റുപറ്റി. എങ്ങനെയാണ് വെങ്കിടേഷ് സത്യത്തെ പരിചയപ്പെട്ടത്? ഹൈദരാബാദിൽ കല്ലുപണിക്കാരനായിട്ട് ജോലി നോക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് മുഖാന്തരമാണ് സത്യത്തെക്കുറിച്ച് വെങ്കിടേഷ് അറിയുവാനിടയായത്. ഈ സുഹൃത്ത് വെങ്കിടേഷിനോട് സത്യത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. സത്യത്തിന് ഒരു നിധി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തുവാനുള്ള കഴിവുണ്ട്. മാത്രവുമല്ല തൻ്റെ മാന്ത്രിക വിദ്യയിലൂടെ അത് പുറത്തെടുക്കുവാനും അയാൾക്കറിയാം. ഇങ്ങനെ ധാരാളം പേർക്ക് അയാൾ നിധി എടുത്തു കൊടുത്തിട്ടുണ്ട്. അവരെ രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. സുഹൃത്ത് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നേരാണെന്ന് വിശ്വസിച്ച വെങ്കിടേഷിന്റെ ഉള്ളിലും നിധിയെക്കുറിച്ചുള്ള ആഗ്രഹം പൊട്ടിമുളച്ചു. അയാൾ നേരെ സത്യത്തെ വന്ന് കാണുകയാണ്. എന്നിട്ട് തനിക്കും ഒരു നിധി എടുത്തു തരണമെന്ന് ആവശ്യപ്പെട്ടു. സത്യം വെങ്കിടേഷിനോട് നിനക്ക് നിധിയൊക്കെ എടുത്തു തരാം, പക്ഷെ അതിന് 10 ലക്ഷം രൂപ ചെലവാകുമെന്ന് പറഞ്ഞു. 10 ലക്ഷം രൂപ ഒരു സാധാരണ കൂലിപ്പണിക്കാരനെ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുവാനാണ്? ഒരു നിധി കിട്ടുവാനായിട്ട് അത്രയും വലിയ തുക ചെലവാക്കണമെന്ന് മനസ്സിലായപ്പോൾ വെങ്കിടേഷിന്റെ നിധിയുടെ മേലുള്ള ആഗ്രഹം മെല്ലെ കുറയുവാൻ തുടങ്ങി. അത് മനസ്സിലാക്കിയ സത്യമാവട്ടെ ഇങ്ങോട്ടേക്ക് വന്ന് സ്വന്തം തല്ല തൻ്റെ കഷ്ടത്തിൽ വെച്ച് തന്നവനല്ലേ, അവനെ വിടരുതേ എന്ന് നിശ്ചയിച്ച് വെങ്കിടേഷുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുകയാണ്. അതോടൊപ്പം തൻ്റെ വാക്ചാതുര്യം മൂലം വെങ്കിടേഷിനെ മെല്ലെ മെല്ലെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. ഈ സത്യത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. തൻ്റെ സംസാരം മൂലം മറ്റുള്ളവരിൽ നിധിയെക്കുറിച്ചുള്ള ആഗ്രഹം വളർത്തുവാനും
പിന്നെ അവരെ തൻ്റെ വരുതിയിലാക്കുവാനുമുള്ള കഴിവ്. അങ്ങനെ കുറച്ച് നാളുകൾ മുൻപോട്ട് പോയപ്പോൾ തനിക്കും ഒരു ദിവസം ഒരു നിധി കിട്ടുമെന്ന് വെങ്കടേഷ് ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ സത്യം അവനെ അങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ദുരാഗ്രഹം മൂത്ത വെങ്കടേഷ് ചെയ്ത അടുത്ത കാര്യം ഇതാണ്. അയാളുടെ പേരിൽ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലം വിറ്റ് കിട്ടിയ 10 ലക്ഷം രൂപ വെങ്കടേഷ് സത്യത്തെ ഏൽപ്പിക്കുകയാണ്. 10 ലക്ഷം രൂപ കൈപ്പറ്റിയ ശേഷം സത്യം ചെയ്ത കാര്യം ഇതാണ്. നിധി അവിടെയുണ്ട്, അല്ലെങ്കിൽ ഇവിടെയുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളും വെങ്കടേഷിന് പറഞ്ഞു കൊടുത്തു. വെങ്കടേഷ് ആകട്ടെ ഈ നുണയെല്ലാം വിശ്വസിച്ച് അവിടെയെല്ലാം പോയിട്ട് കുഴിയെടുക്കുവാൻ തുടങ്ങി. കുഴിയെടുത്ത് തളർന്നതല്ലാതെ അയാൾക്ക് യാതൊരു നിധിയും കിട്ടിയില്ല. ഏതാനും തവണ ഇങ്ങനെ അമളി പറ്റിക്കഴിഞ്ഞപ്പോൾ വെങ്കടേഷിന് സംശയമായി. അയാൾ സത്യത്തെ നേരി വന്ന് കണ്ട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ സ്ഥലത്തെല്ലാം പോയിട്ട് ഞാൻ കുഴിയെടുത്തു, പക്ഷെ എനിക്ക് നിധിയൊന്നും കിട്ടിയില്ല. അപ്പോൾ വെങ്കടേഷിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി വിടുവാനായിട്ട് സത്യം മറ്റൊരു നുണ കൂടി പറയുകയാണ്. നിനക്ക് നിശ്ചയമായിട്ട് നിധി കിട്ടും, പക്ഷെ അത് കിട്ടണമെങ്കിൽ നീ 3 ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ നരബലി കൊടുക്കണം. ഇത് കേട്ട് ഞെട്ടിപ്പോയ വെങ്കടേഷ് ആകട്ടെ, എനിക്ക് നിധിയും വേണ്ട, ഒരു കോപ്പും വേണ്ട, ഞാൻ തന്ന ആ 10 ലക്ഷം രൂപ മടക്കി തന്നാൽ മതി, ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. മറ്റുള്ളവരെ പറ്റിച്ച് മാത്രം ജീവിക്കുന്ന അവൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഒരുമിച്ച് കിട്ടിയാൽ അവനത് തിരിച്ചു കൊടുക്കുമോ? ഒരിക്കലുമില്ല. മുൻപ് പണത്തിന് വേണ്ടിയിട്ട് 10 പേരെ കൊല ചെയ്തവനാണ് സത്യം. ആ കണക്കിലെ 11ാമനാക്കുവാനായിട്ട് വെങ്കടേഷിനെ സത്യം തീരുമാനിച്ചു. അങ്ങനെ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ സത്യം വെങ്കടേഷിനെ വീണ്ടും വിളിക്കുകയാണ്. നിധി എടുക്കുവാനുള്ള സമയമായി, നീ വേഗം വരണമെന്ന് പറഞ്ഞു. സത്യം തൻ്റെ ഇരകളോട് നിധി എടുക്കുവാനുള്ള സമയമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിലെ അവരുടെ ജീവിതം അവസാനിക്കുവാനുള്ള സമയമായി എന്നാണ്. ഫോണിലൂടെ സത്യം വെങ്കടേഷിനോട് പറഞ്ഞത് ഇതാണ്: നവംബർ 3-ാം തീയതി നീ വീട്ടിൽ നിന്നും വരണം. രാവിലെ മുതൽ ജലപാനം പോലും കഴിക്കാതെ വ്രതം ഇരുന്നായിരിക്കണം വരേണ്ടത്. മറ്റൊരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുണ്ട്. നീ എവിടേക്കാണ് വരുന്നത്, എവിടേക്കാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും ആരോടും പറയരുത്. നിന്റെ ഭാര്യയോട് പോലും ഇതേക്കുറിച്ച് മിണ്ടിപ്പോകരുത്. അങ്ങനെ മിണ്ടിപ്പോയാൽ നിധി നിനക്ക് കിട്ടില്ല. എന്നാൽ മറ്റുള്ളവരെ പോലെ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കണ്ണുമടച്ച് വിശ്വസിക്കുകയല്ല ഇത്തവണ വെങ്കടേഷ് ചെയ്തത്. സത്യം ഒരു ഫ്രോഡ് ആയിരിക്കുമോ എന്ന് ഇതിനോടകം അയാൾക്ക് സംശയം തോന്നുവാൻ തുടങ്ങിയിരുന്നു. വെങ്കടേഷിനൊരു സ്വഭാവമുണ്ട്. തനിക്ക് വരുന്ന കോളുകളെല്ലാം അയാൾ റെക്കോർഡ് ചെയ്തു വെക്കും. സത്യവുമായിട്ട് മുൻപ് നടത്തിയിട്ടുള്ള സംഭാഷണമെല്ലാം അയാളുടെ ഫോണിൽ ഓൾറെഡി റെക്കോർഡാണ്. സത്യത്തെക്കുറിച്ചുള്ള സംശയം മനസ്സിൽ രൂപപ്പെട്ടതോടെ വെങ്കടേഷ് ഒരു കാര്യം ചെയ്തു. ഈ കോൾ റെക്കോർഡ്സ് എല്ലാം തൻ്റെ ഭാര്യയുടെ അനുജനെ ഏൽപ്പിച്ചു. യഥാർത്ഥത്തിൽ ആ കോൾ റെക്കോർഡുകളായിരുന്നു ഈ കേസ് തെളിയുവാനുള്ള കാരണം. സത്യത്തിൻ്റെ നേർക്ക് സംശയം തോന്നിയതുകൊണ്ട് ആ കോൾ റെക്കോർഡ്സ് എല്ലാം തൻ്റെ അളിയൻ്റെ ഫോണിലേക്ക് അയാൾ അയച്ചു കൊടുത്തത് ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. എന്നാൽ അതിനുശേഷം വെങ്കടേഷ് ചെയ്ത കാര്യങ്ങൾ വെറും മണ്ടത്തരമായിരുന്നു. ബലി കൊടുക്കുവാനായിട്ട് ഗർഭിണികളായിട്ടുള്ള 3 സ്ത്രീകളെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് സത്യം വെങ്കടേഷിനെ വിളിക്കുന്നത്. മനസ്സുകൊണ്ട് ആ ക്രൂരതയെ പൂർണ്ണമായിട്ടും അംഗീകരിച്ച് വീട്ടിൽ നിന്നും പുറപ്പെട്ട അയാൾക്കപ്പോൾ അറിയില്ലായിരുന്നു ബലിയാകുവാനായിട്ട് പോകുന്നത് താനാണെന്ന്. പിന്നെ സംഭവിച്ച കാര്യങ്ങൾ ഇതാണ്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ 2023 നവംബർ 3-ന് വെങ്കടേഷ് നാഗർ കുർണൂലിലേക്ക് പുറപ്പെടുകയാണ്. അയാൾ നാഗർ കുർണൂലിലെത്തിയപ്പോഴേക്കും സമയം രാത്രിയായിരുന്നു. വെങ്കടേഷ് സത്യത്തിന്റെ വീട്ടിലെത്തിയതും സത്യം അയാളോട് വെങ്കടേഷിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് അന്ന് വൈകിട്ട് സമീപത്തുള്ളൊരു കടയിൽ നിന്നും അയാൾ വീട്ടിലേക്ക് ഫോൺ ചെയ്തത്. അങ്ങനെ ഫോൺ ചെയ്ത ശേഷം മടങ്ങി വന്ന വെങ്കടേഷിനെ സത്യം അയാളുടെ വീടിന്റെ ഉള്ളിൽ ഒരു അറയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ അറയുടെ ഉള്ളിലായിട്ട് ധാരാളം കോലങ്ങൾ വരച്ചിരുന്നു. പൂക്കളെമ്പാടും വിതറിയിട്ടിരുന്നു. തേങ്ങ, നാരങ്ങ, കർപ്പൂരം തുടങ്ങിയ അനവധി പൂജാ വസ്തുക്കൾ ഉണ്ടായിരുന്നു. മുറിയുടെ മധ്യത്തിലെ കോളത്തിൽ ചമ്രം പടിച്ചിരുന്ന സത്യം മന്ത്രോച്ചാരണങ്ങൾ ആരംഭിച്ചു, അല്ലെങ്കിൽ അങ്ങനെ അഭിനയിച്ചു. പൂജയുടെ അവസാനം അയാൾ വെങ്കടേഷിന് ആസിഡ് കലർന്ന പാല് തീർത്ഥമാണെന്ന് പറഞ്ഞ് കുടിക്കുവാൻ കൊടുത്തു. അത് കുടിച്ച ആ നിമിഷം വെങ്കടേഷിന്റെ തൊണ്ടയും വയറുമെല്ലാം എരിഞ്ഞു കത്തുവാൻ തുടങ്ങി. അയാൾ ഉച്ചത്തിൽ നിലവിളിച്ചു. വെങ്കടേഷിന് വല്ലാത്തൊരു ഭയം തോന്നുവാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ സത്യമാകട്ടെ അയാളോട് ഇങ്ങനെ പറഞ്ഞു: നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇതെല്ലാം നിധി കിട്ടുവാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ചില സൂചനകളാണ്. നിന്റെ ശരീരത്തിൽ ഇതുപോലെയുള്ള പല ബുദ്ധിമുട്ടുകളും ഇനിയും ഉണ്ടാകും. അതെല്ലാം നീ സഹിക്കണം. അതിനുശേഷം സത്യം വെങ്കടേഷിനെ തൻ്റെ കാറ് കയറ്റി നിധി എടുക്കുവാനായിട്ട് ദൂരേക്ക് കൊണ്ടുപോവുകയാണ്. ആ യാത്രയിലും ആസിഡ് കലർന്ന പാല് അല്പാൽപമായിട്ട് അയാൾക്ക് കുടിക്കുവാൻ കൊടുത്തിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ വിഷപ്പാല് കുടിച്ച് അയാൾ അബോധാവസ്ഥയിലായി. വെങ്കടേഷിന് പ്രതികരിക്കുവാനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സത്യം ഒരിടത്ത് കാർ നിർത്തുകയാണ്. പിന്നെ അർത്ഥമയക്കത്തിലായിരുന്ന അവനെ തട്ടി എഴുന്നേൽപ്പിച്ചു. അതിനുശേഷം അവനെയും കൂട്ടിക്കൊണ്ട് നേരെ വനത്തിലേക്ക് പോവുകയാണ്. വേച്ചാണെങ്കിലും വെങ്കടേഷ് സത്യത്തിന്റെ കൂടെ നടക്കുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം നടന്ന ശേഷം അയാൾ അവനെ ഒരിടത്തിരുത്തി. എന്നിട്ടിതാ ഈ തീർത്ഥവും കൂടി കുടിക്കൂ എന്ന് പറഞ്ഞ് ഒരു പാത്രം അയാൾക്ക് നേരെ നീട്ടുകയാണ്. എന്നാൽ ഇത്തവണ ആ പാത്രത്തിൽ ഉണ്ടായിരുന്നത് ആസിഡ് കലർന്ന പാലായിരുന്നില്ല, മറിച്ച് വീര്യം കൂടിയ റോ ആസിഡായിരുന്നു. താൻ ഇത്രയും നേരം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ആസിഡാണെന്ന് വെങ്കടേഷിന് അറിയില്ല. ഇപ്പോൾ തരുന്നതും അതുപോലെ തീർത്ഥമാണെന്ന് കരുതി കുടിക്കുവാനായിട്ട് അയാൾ മെല്ലെ വാ തുറന്നു. എന്നാൽ ഇത്തവണ സത്യം ചെയ്തത് വേറെ ഒരു കാര്യമാണ്.
ആ റോ ആസിഡ് അവന് കുടിക്കുവാനായിട്ട് കൊടുക്കുന്നതിന് പകരം നേരെ മുഖത്തേക്ക് ഒഴിക്കുകയാണ്. വെങ്കിടേഷ് ഉച്ചത്തിൽ അലറി നിലവിളിച്ചു. പക്ഷെ അതൊരു വിജന പ്രദേശമായതുകൊണ്ട് അവന്റെ നിലവിളി കേൾക്കുവാനായിട്ട് ആരുമില്ലായിരുന്നു. അല്പസമയത്തിന്റെ ഉള്ളിൽ അവന്റെ മുഖത്തു നിന്നും ചർമ്മവും അതുപോലെ മാംസവും അടർന്നു വീഴുവാൻ തുടങ്ങി. അതുമാത്രമായിരുന്നില്ല, സത്യത്തിന്റെ കയ്യിൽ ആസിഡ് നിറച്ച കന്നാസുകൾ വേറെയും ഉണ്ടായിരുന്നു. ആ ആസിഡ് എല്ലാം എടുത്തയാൾ വെങ്കിടേഷിന്റെ ദേഹത്തേക്ക് ഒഴിച്ചു. അല്പസമയത്തിന്റെ ഉള്ളിൽ അയാൾ പിടഞ്ഞു മരിക്കുകയാണ്. അതിനുശേഷം വെങ്കിടേഷിന്റെ കൈവശമുണ്ടായിരുന്ന പേഴ്സ്, ഫോണ്, അയാളുടെ ബാഗിന്റെ ഉള്ളിലെ വസ്ത്രങ്ങൾ ഇതെല്ലാം എടുത്തുകൊണ്ട് അയാൾ കാറിലേക്ക് മടങ്ങി. പിന്നെ മടങ്ങിപ്പോകുന്ന വഴിക്ക് ഓരോന്നായിട്ട് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഈ സംഭവം നടന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് രശ്മി സ്വന്തം ഭർത്താവിനെ തേടുവാനായിട്ട് ആരംഭിച്ചത്. അപ്പോഴാണ് തന്റെ സഹോദരന്റെ കൈവശം അയാൾ അയച്ചു കൊടുത്ത ഏതാനും ഫോൺ റെക്കോർഡുകൾ ഉള്ള കാര്യം അവൾ അറിയുന്നത്. അത് വെച്ച് സത്യത്തിന്റെ വീട്ടിലെത്തി അവർ അന്വേഷിച്ചു. അതിനുശേഷം പോലീസിൽ പരാതിയും കൊടുത്തു. അതേ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് ഹൈദരാബാദിനെ വിറപ്പിച്ചൊരു സീരിയൽ കില്ലർ പിടിയിലാവുന്നത്. വെങ്കിടേഷ് അടക്കം സത്യത്തിന്റെ 11 ഇരകളും കൊല്ലപ്പെടുവാനുള്ള കാരണം എന്താണ്? പണത്തിനോട്, നിധിയോട്, അതിനോടുള്ള അത്യാർത്തി. ഒരാൾ പണക്കാരനാകുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കണം. അധ്വാനിക്കാതെ പണക്കാരനാകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള നിധികൾ, അതുപോലെ നാഗമാണിക്യം, കരിനൊച്ചി, ഗജമുത്ത്, നീലക്കൊടുവേലി അങ്ങനെ തുടങ്ങിയുള്ള സങ്കല്പങ്ങളുടെ പിന്നാലെ പോകുന്നത്. നിധി എന്ന കോൺസെപ്റ്റ് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പണ്ട് കാലത്തുള്ള ആളുകൾ പടയോട്ടങ്ങളെയും കൊള്ളക്കാരുടെ ആക്രമണങ്ങളെയും ഭയന്ന് ഒരിക്കലും ഇവിടേക്ക് മടങ്ങി വരാമെന്ന പ്രതീക്ഷയോടെ മറ്റു നാടുകളിലേക്ക് പലായനം ചെയ്യും. അതിനു മുൻപായിട്ട് അവർ തങ്ങളുടെ വസ്തുവകകൾ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടിട്ടുമുണ്ട്. അങ്ങനെ അവർ കുഴിച്ചിട്ട ആ സമ്പാദ്യത്തെയാണ് നിധി എന്ന് പറയുന്നത്. അത്തരം നിധികൾ ഇന്നും ധാരാളമുണ്ട്. അതെല്ലാം ഭൂമിക്കടിയിൽ മറിഞ്ഞിരിപ്പുമുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇത്തരം അതിമോഹങ്ങൾ ഒരു മനുഷ്യനെ എത്രമാത്രം ക്രൂരനാക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വെങ്കിടേഷ്. കാരണം നിധി എടുക്കുവാൻ വേണ്ടി 3 ഗർഭിണി പെണ്ണുങ്ങളെ ബലി കൊടുക്കുവാനായിട്ട് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് സത്യം അയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. മനസ്സുകൊണ്ട് ആ ക്രൂരതയെ അംഗീകരിച്ചിട്ടാണല്ലോ അയാൾ അതിനുവേണ്ടി പുറപ്പെട്ടത്. ഒരു മനുഷ്യനെ ദുരാഗ്രഹം എത്രമാത്രം അധപതിപ്പിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വെങ്കിടേഷ്.